നടക്കുന്ന കൂട്ടക്കൊലകൾക്ക് പിന്നിലെ കാരണമെന്താണ്? HTSന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികൾ മാത്രമോ? വിശുദ്ധ ബൈബിളിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനമെന്ത്? സിറിയയിലെ ക്രൈസ്തവ ഭൂരിപക്ഷം 10% നിന്നും 2% കുറഞ്ഞതെങ്ങനെ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു സിറിയയും ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും. ക്രിസ്തുമതത്തിനും സഭയുടെ മഹത്തായ പാരമ്പര്യത്തിനും സിറിയയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെയും വിശുദ്ധ പത്രോസിന്റെയും പാരമ്പര്യങ്ങളിൽ വേരുള്ള സിറിയ ആദ്യകാല ക്രിസ്തുമതത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. AD 325 നിക്കയിലെ ഒന്നാം കൗൺസിലിൽ പങ്കെടുത്ത 325 ബിഷപ്പുമാരിൽ 20 പേർ സിറിയയിൽ നിന്നുള്ളവരായിരുന്നു. നൂറ്റാണ്ടുകളായി സിറിയൻ ക്രിസ്ത്യാനികൾ ക്രിസ്തീയ ചിന്തയും ആചാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സമീപകാലത്ത് സിറിയൻ ക്രിസ്ത്യൻ സമൂഹം തുടർച്ചയായി പീഡനം, കുടിയിറക്കം, കുടിയേറ്റം എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ A to the ചർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം സിറിയയിൽ നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം ക്രൈസ്തവരുടെ ജനസംഖ്യ 10% നിന്നും 2% കുറഞ്ഞു. 2011 1.5 ദശലക്ഷം ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2022 അത് വെറും 3 ലക്ഷമായി കുറഞ്ഞു. തീവ്ര ഇസ്ലാമിക തീവ്രവാദികൾ സിറിയയെ ശവപ്പറമ്പാക്കി മാറ്റി. കലാപങ്ങൾക്ക് പിന്നാലെ കൂട്ടവംശഹത്യകളും പലായനവും. ഭീകരമാണ് സിറിയയിലെ അന്തരീക്ഷം. دنكي حيا المشاوة حيا വിശുദ്ധ ബൈബിളിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിനെ കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട്. ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്: ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകും. അതിന്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായിരിക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മെയ്യും, അവ അവിടെ വിശ്രമിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിന്റെ കോട്ട തകരും, ദമാസ്കസിന്റെ രാജ്യം ഇല്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. തെരുവോരങ്ങളിൽ മനുഷ്യ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. പല ഗ്രാമങ്ങളും വിജനം, പകൽ പോലും ഭീതി. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് ജനം ജീവനം കൊണ്ട് നെട്ടോട്ടമോടുന്നു. സിറിയയുടെ ചരിത്രം പരിശോധിച്ചാൽ 1946 ഫ്രാൻസിൽ നിന്ന് സിറിയ സ്വാതന്ത്ര്യം നേടിയത്. നീണ്ട കാലത്തെ സൈനിക അട്ടിമറികൾക്കും
അസ്ഥിരമായ ഭരണ മാറ്റങ്ങൾക്കും ശേഷം 1963 അറബ് സോഷ്യലിസ്റ്റ് പാർട്ടിയായ ബാത്ത് പാർട്ടി അധികാരത്തിലെത്തി. കഴിഞ്ഞ ഡിസംബറിൽ ഭരണത്തിൽ നിന്ന് പുറത്തായ ബഷാർ അൽ അസദിന്റെ പിതാവ് ജനറൽ ഹാഫിസ് അൽ അസദിന്റെ ബാത്ത് പാർട്ടി 1970 നേതൃത്വത്തിലെത്തുകയും സിറിയൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 2000 അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മകൻ ബഷാർ അൽ അസദ് പ്രസിഡന്റായി. ആഭ്യന്തര യുദ്ധങ്ങളും ആക്രമണങ്ങളും രാജ്യത്ത് പതിവ് സംഭവമായിരുന്നു. 2011 പ്രസിഡന്റ് അസദിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയത്. അൽ-ഖ്വയ്ദയും IS-ഉം മറ്റനേകം ഭീകര സംഘടനകളും അസദിനെതിരെ പടയൊരുക്കിയപ്പോൾ തുർക്കിയും അമേരിക്കയും നാറ്റോയും പിന്തുണ നൽകി. അസദിന് പിന്തുണയുമായി റഷ്യയും ഇറാനും കളത്തിലിറങ്ങിയതോടെ ലോകചേരികളുടെ അധികാര വടംവലിക്കാണ് സിറിയ വേദിയായത്. ഇതുവരെ 6 ലക്ഷം സിറിയക്കാർ കൊല്ലപ്പെട്ടെന്നും 1.3 കോടി പേർ പലായനം ചെയ്തെന്നുമാണ് ഏകദേശ കണക്ക്. ഇതിൽ 10,000-കണക്കിന് ക്രൈസ്തവരുമുണ്ടായിരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ 61 വർഷത്തെ ബാത്ത് പാർട്ടി ഭരണത്തിനും അസദ് കുടുംബവാഴ്ചയ്ക്കും വിമതസേന അന്ത്യം കുറിച്ചത് വെറും 12 ദിവസത്തെ മുന്നേറ്റത്തിലൂടെയാണ്. കഴിഞ്ഞ നവംബർ 27 തുടങ്ങി ഡിസംബർ 8 അവസാനിച്ച വിമത മുന്നേറ്റത്തിൽ 7 ലക്ഷത്തോളം സൈനികർ കീഴടങ്ങുകയോ രാജ്യം വിട്ട് പലായനം ചെയ്യുകയോ ചെയ്തു. വിമതർ ഭരണം പിടിച്ചെടുക്കുന്നതിന് മുൻപ് അസദ് റഷ്യയിലേക്ക് നാടുവിട്ടിരുന്നു. അസദ് കുടുംബത്തിന്റെ അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അൽ-ഖ്വയ്ദയിൽ നിന്നും ഉത്ഭവിച്ച ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ് സിറിയയുടെ നിയന്ത്രണം പിന്നീട് ഏറ്റെടുത്തത്. അൽ-ഖ്വയ്ദയും IS-ഉം മറ്റനേകം ഭീകര സംഘടനകളും പുതിയ ഭരണകൂടത്തിന്റെ പിന്നിലുണ്ട്. അസദ് ഭരണകൂടമടക്കം ഉൾപ്പെടുന്ന ഷിയയുടെ ഉപവിഭാഗമായ അലവികളാണ് വിമതരുടെ മുഖ്യ ശത്രുക്കൾ. അസദ് ഭരണകൂട സമയത്ത് അലവികൾ സൈന്യത്തിലും സർക്കാരിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു. അലവികൾ ഉൾപ്പെടെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് HTS. കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന കൂട്ടക്കൊലയിൽ ഇതിനകം 1000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. നിരവധി ക്രൈസ്തവരാണ് ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത്. അത്യധികം ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് സിറിയയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തുവരുന്നത്. HTSന്റെ സ്വാധീന സ്ഥലമായ ലതാക്യ പ്രവിശ്യയിൽ ഫീൽഡ് എക്സിക്യൂഷൻ എന്ന പേരിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. നിരപരാധികളായ ജനങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള കൂട്ടക്കൊലകളെ അപലപിച്ചുകൊണ്ട് സിറിയയിലെ പ്രധാന ക്രിസ്ത്യൻ സഭകളായ മെൽക്കൈറ്റ്, ഗ്രീക്ക് കത്തോലിക്ക സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയക് ഓർത്തഡോക്സ് സഭകളുടെ നേതൃത്വം മുന്നോട്ട് വന്നിരുന്നു. ഭരണകൂടത്തിന്റെ നിച്ഛാപരമായ പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്നും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുസമാധാനത്തിന് ഭീഷണിയായ ഏതൊരു പ്രവൃത്തിയെയും ക്രിസ്ത്യൻ സഭകൾ ശക്തമായി അപലപിക്കുന്നുണ്ടെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നവർ ക്രിസ്ത്യാനികളോ അലവികളോ ആരുമായിക്കൊള്ളട്ടെ, നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനാണ്. ജീവനെതിരെയുള്ള ഏതൊരു അതിക്രമവും തെറ്റാണ്. ജീവനെടുക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ നരഹത്യകളാണ് സിറിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക തീവ്രവാദത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് സിറിയയിൽ സമാധാനം പുലരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈയിടെ വീണ്ടും ചർച്ചയ്ക്കെടുക്കപ്പെട്ട വിഷയമാണ് ലവ് ജിഹാദ്. പ്രണയത്തിനു മറവിൽ മതം മാറ്റം. എല്ലാവർക്കും അറിയേണ്ടത് ഇതിന് തെളിവുകളോ സാക്ഷികളോ കോടതികളിൽ വിചാരണ നടന്നിട്ടുണ്ടോ എന്നെല്ലാമാണ്. ഒരു കാര്യം പകൽ പോലെ സത്യമാണ്. പ്രണയക്കണികളിൽപ്പെട്ട് ജീവിതത്തിന്റെ നല്ല കാലം നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ ഹിന്ദു യുവതികൾ കേരളത്തിലുണ്ട്. പ്രണയക്കണിയുമായി ബന്ധപ്പെട്ട് 2009 ജസ്റ്റിസ് KT ശങ്കരന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 5288 ലവ് ജിഹാദ് അല്ലെന്ന് കോടതി പറഞ്ഞെങ്കിലും അതിലെ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പെൺകുട്ടിയുടെ സ്വകാര്യത മുൻനിർത്തി ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടി എന്നാണ് ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഷഹൻഷാ, സിറാജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വാദിഭാഗം മൊഴി നൽകിയിരിക്കുന്നത്. ഷഹൻഷാ ആദ്യം പ്രണയാഭ്യർത്ഥനയുമായി MBAക്ക് പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു.
ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി നൽകിയും സംസാരിച്ചും പെൺകുട്ടിയുടെ വിശ്വാസം യുവാവ് ആദ്യം നേടിയെടുത്തു. അടുത്ത ഘട്ടം പെൺകുട്ടിയുടെ മതത്തെ ചോദ്യം ചെയ്യുക, കുട്ടിയെ സമ്മർദ്ദത്തിലാക്കുക എന്നീ സ്ട്രാറ്റജികളായിരുന്നു. ഈ ദൗത്യത്തിൽ ഷഹൻ ഷാ മാത്രമായിരുന്നില്ല. ഇയാളുടെ അമ്മയുൾപ്പെടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒട്ടനേകം പേർ. ഒടുവിൽ മതം മാറിയില്ലെങ്കിൽ പ്രണയം നീണ്ടു നിൽക്കില്ലെന്ന കാരണത്താൽ കുട്ടിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നു. കുട്ടിയുടെ വീട്ടിൽ കാറുമായി എത്തി കുട്ടിയെ ഇറക്കിക്കൊണ്ടുപോകുന്നു. പോകുന്ന വാഹനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രസംഗങ്ങളും വായിക്കാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ധരിക്കാൻ പർദ്ദയും പൊന്നാനിയിലേക്കും പിന്നീട് എറണാകുളത്തേക്കും എത്തിക്കുന്നു. ഇത്തരം മതം മാറ്റ കേന്ദ്രങ്ങളിലും അനേകം വ്യക്തികൾ ഇതിനായി പ്രവർത്തിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പെൺകുട്ടികളെ എത്തിക്കുന്നു. തുടർന്ന് ഇതിന് നേതൃത്വം നൽകിയവർ ഷഹൻ ഷായ്ക്കും പെൺകുട്ടിക്കുമായി മുറി നൽകുന്നു. ഇതിനിടെ വീട്ടുകാരുമായുള്ള പൂർണ്ണമായ ബന്ധം പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ മാതാപിതാക്കൾ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജി നൽകി. പോലീസ് അന്വേഷണം പുരോഗമിച്ചതോടെ കുട്ടിയുമായി സംഘം കോടതിയിലെത്തി. കോടതിയിൽ വാദിഭാഗം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരം കേസുകൾ കേരളത്തിൽ പെരുകുന്നു, ഇതിനായി പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കണമെന്നത്. മറ്റൊന്ന്, തീവ്രവാദ സംഘടനകളിൽ നിന്നും വിദേശത്തു നിന്നും ഇത്തരം പ്രവർത്തികൾക്ക് പണം എത്തുന്നു എന്നതായിരുന്നു. കേരളത്തെ ഉണർത്തി ചിന്തിപ്പിച്ച കേസായിരുന്നു ഇത്. ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികൾ. PC ജോർജ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ആശങ്കകൾ എത്രയോ ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ. ഞാനിപ്പോ വരുന്നത് ഈരാറ്റുപെട്ടെന്ന് തന്നെയാണ്. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം? ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപെട്ടെന്നാണ് പറഞ്ഞ വെറുതെയല്ല. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോട വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോട വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശദാംശം ഞാനിവിടെ കിടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് രാവിലെ വയനാട്ടിൽ 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും 41 വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നിപ്പുണ്ട്. വയനാട്ടിൽ വനത്തിനകത്ത് നിൽക്കുക. പെൺകുട്ടിയുടെ പ്രായം 14, കിളവൻ്റെ പ്രായം 41. പോരെ, 15 ദിവസമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല. രാജ്യം മുഴുവൻ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട്. ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ഇതെവിടെ പോയി നിൽക്കും? ഇത് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പിതാവ് കൊറവങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു. എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ! കേരളം മുഴുവൻ കത്തിക്കുകയില്ലായിരുന്നു. അരമനയിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റുപെട്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത്. നിങ്ങൾ പാലാക്കാരുടെ എനിക്കൊരു പരാതിയുണ്ട്. അവരാക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ്. ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല. ആ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ശരിയാകുള്ളൂ. ഓർക്കണം നിങ്ങൾ. അതും കൂടെ പറയുകയെ. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ. ഇത് വലിയ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആലോചിക്കണ്ടേ? ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ. 7 മിനിറ്റായ കൊച്ചൻ്റെ ഷർട്ടേ കയറി പിടിക്കും. അതെനിക്കൊരു നാണക്കേടായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുക. ഇത് സ്കൂളിലൊന്നും നടക്കാല്ല. സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയേ വരുന്നുള്ളൂ. സ്കൂളിൽ പിള്ളേരും ഇപ്പോൾ ഇല്ലെന്നായി. എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട്. കുടുംബത്തിലേക്ക് പോവുക. നിങ്ങൾ കുടുംബം അതാണ് വലുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം. സന്ധ്യാപ്രാർത്ഥന. ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാവണം. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. നീ എവിടെ പോയി? അവൻ പറയണം, കൊച്ച് ഞാൻ ഇന്ന് ഈ പെണ്ണിനെ കണ്ടു, അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു, അവൻ ഇന്നത് സംസാരിച്ചു, അവൻ്റെ വീട്ടിലേക്കാർ ഇന്നതുകൊണ്ട്, എന്ത് വായിക്കോട്ടെ. അപ്പനും അമ്മയും സൗമനസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി
അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് ഇത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനിതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്, ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 ഇത് പറഞ്ഞാലും. ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സ് വരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ച് ആ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? ഇതൊക്കെ സ്വാഭാവിക പ്രണയങ്ങളല്ലേ? അതിനെ എതിർക്കുന്നത് എന്തിനാണ്? കോടതിയുടെ ചോദ്യവും അതുതന്നെയാണ്. പ്രായപൂർത്തിയായ 2 പേർ ഇഷ്ടപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഇതര മധ്യസ്ഥർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ ഇത്തരത്തിൽ മുദ്രകുത്തുമോ? ഒരിക്കലുമില്ല. എന്നാൽ വിവാഹശേഷം പെൺകുട്ടിയെ കാണാതെ പോവുക, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുക, മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുക, ലഹരിക്കടത്തിന് ഉപയോഗിക്കുക, ഇതിനെയൊക്കെ എങ്ങനെ നിസ്സാരവൽക്കരിക്കുവാൻ സാധിക്കും? ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഭൂരിപക്ഷ വർഗീയവാദികളായി മുദ്രകുത്തി സത്യം എത്ര നാൾ മറച്ചു പിടിക്കുവാൻ സാധിക്കും? സത്യം തുറന്നു പറയുന്നവന്റെ വാ അടപ്പിക്കുവാൻ നിങ്ങൾക്ക് എത്ര നാൾ സാധിക്കും? 22ാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കൃത്യമായി, ഇപ്പൊ രാവിലെ മുതൽ മാധ്യമ വിചാരണ നടക്കുകയാണല്ലേ, ആ വിചാരണക്കിടയിൽ ആ ജഡ്ജ്മെന്റ് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം തീർത്ത് പറയാം, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം കിട്ടിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്. PC ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്. വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങൾ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ PC ജോർജിന് കഴിയും. PC ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കീഴിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആർക്ക് വേണ്ടി? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ, ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായി മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തിന് 400-4000 കണക്കുണ്ട്. പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിലെ വിവിധ ഹൈക്കോടതികളിലുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരെണ്ണം. 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനും ലവ് ചെയ്യാതെ. പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേർഷനാണ് ഇവിടെ നമ്മൾ കൃത്യമായി പറയുന്നത്. അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാകുന്നു. അങ്ങനെ കൺവേർഷന് വേണ്ടി സമുദായം പ്രേരിപ്പിക്കുന്നു എന്ന ഘടകങ്ങൾ വരുമ്പോഴാണ്. അല്ലാതെ എത്രയോ ഇപ്പം ഞാൻ പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന
മാന്യമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ പർപ്പസ് വേറെയാകുന്നു. ജിഹാദിന് വേണ്ടിയാകുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിങ്ങൾ ഈ ചാനലിൽ വാർത്ത നടത്തുമ്പോൾ ഈ കോലാഹലങ്ങൾ വെക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പിന്നെ കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാവും. പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട്. 400 അല്ല എന്നുകൂടെ മാത്രം പറയുന്നു. അതിന് 50 എണ്ണം പറയാം. 50 എണ്ണം അല്ല, എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാൻ ഇവിടെ കണക്കുണ്ട്. എത്ര എണ്ണം വേണമെങ്കിൽ. പക്ഷെ അത് മകൾ നഷ്ടപ്പെട്ട് സമൂഹത്തിൽ അപമാനിതരായിട്ടിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയും. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്വാഭാവിക പ്രണയങ്ങളുണ്ട്. എന്നാൽ യുക്തിപരമായി ചിന്തിച്ചാൽ പ്രണയവിവാഹങ്ങൾക്ക് ഒരു അനുപാതമുണ്ടാകും. വിദ്യാഭ്യാസ നിലവാരവും സംസ്കാരവും പരിഗണിച്ച് ഈ അനുപാതം ഏറെക്കുറെ ഒരുപോലെയായിരിക്കണം. 10 ക്രിസ്ത്യൻ യുവതികൾ 10 ഹിന്ദു യുവാക്കളെ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ. ജനസംഖ്യ അനുപാതം മാറ്റിവെച്ചാൽ എല്ലാ മതങ്ങളിലും ഈ അനുപാതം ഉണ്ടാകണം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിലെ പെൺകുട്ടികൾ എല്ലാ അനുപാതങ്ങളെയും തെറ്റിക്കും വിധം കൂടിയ എണ്ണം പേർ മുസ്ലിം യുവാക്കളെ വിവാഹം കഴിക്കുന്നു. അതേസമയം ചുരുങ്ങിയ എണ്ണം മുസ്ലിം പെൺകുട്ടികൾ മാത്രം മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികതയുണ്ട്. ആസൂത്രിതവും സംഘടിത സ്വഭാവത്തോടെയുമുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ കേരളം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പിന്നീട് വിലപിക്കേണ്ടി വരും. ബിസിനസ്സുകൾ പിടിച്ചെടുക്കുന്നതും കള്ളപ്പണമൊഴുക്കി ഭൂമി കൈയടക്കുന്നതും മയക്കുമരുന്ന് സുലഭമാക്കി യുവജനങ്ങളെ മുഴുവൻ അടിമകളാക്കി തകർക്കുവാൻ നോക്കുന്നതും മാത്രമല്ല, പറഞ്ഞു മയക്കിയും പ്രണയക്കെണിയിൽ മുക്കിയും കുട്ടികളെ വശത്താക്കുന്നതിനെയും മലയാളികൾ ജിഹാദ് എന്ന് വിളിക്കും. നാർക്കോട്ടിക് ജിഹാദില്ല, ബിസിനസ് ജിഹാദില്ല, ലവ് ജിഹാദില്ല എന്നൊക്കെ ഇസ്ലാമിസ്റ്റുകളും അവരുടെ കുഴലൂത്തുകാരും എത്രയധികം ആവർത്തിച്ചാലും അല്പം ബോധമുള്ളവർക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് തീർച്ച. ലവ് ജിഹാദ് എന്ന പദമല്ല ഇവിടെ പ്രശ്നം. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അന്വേഷണവുമായി മുന്നോട്ടു പോകാത്ത അധികാരികളുടെ മൗനമാണ്. യൂറോപ്പിലെ പെൺകുഞ്ഞുങ്ങളെ നിഷ്കരണം നശിപ്പിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സൃഷ്ടിയായ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ കേരളത്തിലും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന സത്യം വൈകിയെങ്കിലും കേരളം മനസ്സിലാക്കണം. യൂറോപ്പിലെ വെള്ളക്കാരായ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിട്ട പീഡന പരമ്പരകളും ലഹരിമരുന്ന് മാഫിയകളെയും വോട്ട് ചോരുമോ എന്ന ഭീതിയിൽ സർക്കാർ മറച്ചുപിടിച്ചപ്പോൾ തകർന്നത് ഒരു തലമുറയാണ്. ഒട്ടനേകം അമ്മമാരുടെ പ്രതീക്ഷയാണ്. ഇനിയെങ്കിലും കേരളം വൈകിക്കൂടാ. വളരെ ഗൗരവമായി സർക്കാരും അന്വേഷണ ഏജൻസികളും ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിനെതിരെ രംഗത്ത് വരണം.